വാർത്തകളുമായി ന്യൂസ് 5 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞത് ഹൃദയാഘാതത്തെ തുടർന്നെന്ന് സൂചന. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട് വനം മന്ത്രി. വനം വകുപ്പിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും AK ശശീന്ദ്രൻ. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയാണ് ഞങ്ങൾ മയക്കുവെടി വെക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ വനം വകുപ്പിൻ്റെ കാര്യത്തിൽ ഒരു വീഴ്ചയും നടപടിക്രമങ്ങൾ പാലിക്കുന്നതിലുണ്ടായിട്ടില്ല. കേരളത്തിന് പിന്നാലെ കേന്ദ്ര വിരുദ്ധ സമരത്തിന് കർണാടകയും. ഈ മാസം 7-ന് ഡൽഹിയിൽ മുഖ്യമന്ത്രിയും ഭരണകക്ഷി MLA-മാരും സമരം ചെയ്യും. BJP ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളെ കേന്ദ്രം തഴയുന്നുവെന്ന് DK ശിവകുമാർ. സർക്കാരുമായുള്ള പോരിനിടെ പഞ്ചാബ് ഗവർണർ രാജിവെച്ചു. രാഷ്ട്രപതിക്ക് രാജിക്കത്ത് കൈമാറി. രാജി കാരണം വ്യക്തിപരമെന്ന് ബൻവാലിലാൽ പുരോഹിത്. ചണ്ഡീഗഡിന്റെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനവും രാജിവെച്ചു. അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിലെ മോശം അനുഭവം പറഞ്ഞ് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. മതിയായ പ്രതിഫലം ലഭിച്ചില്ലെന്ന് വിമർശനം. സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ഇനി ബുദ്ധിമുട്ടിക്കരുതെന്നും സുഹൃത്തിനുള്ള കുറിപ്പിൽ ചുള്ളിക്കാട്. പ്രശ്നപരിഹാരത്തിന് നടപടി ഉണ്ടാകുമെന്ന് അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ. BJP നേതാവ് LK അദ്വാനിക്ക് ഭാരതരത്ന. അദ്വാനിക്ക് രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകുന്നത് 96-ാം വയസ്സിൽ. അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നടിയും മോഡലുമായ പൂനം പാണ്ഡെയുടെ മരണവാർത്തയിൽ വൻ ട്വിസ്റ്റ്. താൻ മരിച്ചിട്ടില്ലെന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് താരം. മരണവാർത്ത പ്രചരിപ്പിച്ചത് അർബുദ ബോധവൽക്കരണത്തിനെന്നും ന്യായീകരണം.